നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപിടം ചാർന്ന് വരുവാൻ തക്കണം ഒരു വിശുദ്ധ ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയപ്പാ, സ്തോത്രപ്പാ, സ്തുതിക്കുന്നു കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഹല്ലേലൂയ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും അങ്ങയുടെ പാദപിടത്തിലോട്ട് ഏൽപ്പിച്ച് തരട്ടപ്പാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഒന്ന് സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളുമായി ഞങ്ങളുടെ പാദപിടം കടന്നു വരികയാണ്. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും ഞങ്ങളുടെ പാദപിടത്തിൽ ഏൽപ്പിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് വിടുവിക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോടെ, ഭാരത്തോടെ, ആവശ്യങ്ങളോടെ കർത്താവിൻ്റെ പാദപിടം ചാർന്ന് കടന്നു വരുന്നവരാരും ഒരു നാളിൽ ലജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലോ. അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാ. ആ മാർവോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന ദൈവമാ. ഒരു പെറ്റമ്മയെ സ്നേഹിക്കുന്നതിലുപരിയായി സ്വർഗം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകിയാൽ, കരുതുന്ന ദൈവമാകിയാൽ ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപിടത്തിൽ വെച്ചു തരികയാ കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ഭാരം ചുമക്കുന്ന നല്ലവനായ ദൈവമാകിയാൽ സ്തോത്രം കർത്താവേ. ഈ സമയം ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ചാർത്ത് വയ്ക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, ജോലി, കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങൾക്കുള്ള സർവ്വസമ്പത്തുകളും യേശുവിൻ്റെ രക്തത്തിൽ മുദ്രകുത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെ ഞങ്ങൾക്ക് അനുഗ്രഹ വിഷയമായി കൂടെയിരുന്നു. ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കരുതിയ കരുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായതൊക്കെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പോഷിപ്പിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ ഞങ്ങളുടെ നന്മയോ ഞങ്ങളുടെ പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല, വിലയേറിയ കരുണയും കരുതലും സ്നേഹവും ആകയാൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ നല്ല പ്രഭാതത്തിൽ ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, ആയുസ്സാരോഗ്യം കൊടുക്കണേ, സൗഖ്യത്തിൽ സൂക്ഷിക്കണമേ, ആവശ്യമറിഞ്ഞ് കരുതണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, ദൈവകൃപയിൽ വളരുവാൻ ഇടയാക്കണേ, പ്രാർത്ഥനയുടെ മുന്നേറാൻ സഹായിക്കണേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ, പരീക്ഷയിലൊക്കെ കൂടിയിരിക്കണേ, ജയത്തോടെ അവരെ നടത്തണമേ, അവരാഗ്രഹിച്ച തുറമുഖത്തോടെ കൊണ്ടുവന്നെത്തിക്കണമേ കർത്താവേ. കർത്താവേ, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട്, വിവിധ കോഴ്സുകളിലായിരിക്കുന്നവരുണ്ട്, ബി എസ് സി നഴ്സിംഗിന്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്ന മക്കളുണ്ട്, OITയും IELTSഉം ജർമ്മൻ പഠിക്കുന്ന മക്കളുണ്ട്. മറ്റ് പരീക്ഷയ്ക്ക്, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ട് കർത്താവേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരുന്ന് പ്രയത്നിക്കുന്ന മക്കളുണ്ടപ്പാ. റിസൾട്ട് നല്ലത് ലഭിച്ച കുഞ്ഞുങ്ങളുണ്ട്, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും പൊന്നുകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും സ്വർഗം എടുത്തു മാറ്റി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ സ്വസ്ഥമായ സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്മകളെ പ്രാപിച്ച്, അനുഗ്രഹത്തെ പ്രാപിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, നന്ദി പിതാവേ, നന്ദി അപ്പാ, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. ജോലിയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരോഗ്യത്തിലും ബലത്തിലും ജോലി ചെയ്ത് നന്മ പ്രാപ്താൻ സഹായിക്കണമേ. യാതൊരു പ്രയാസ പ്രതികൂലം അവരെ നേരിടുവാൻ അനുവദിക്കലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം, തക്ക തുണയൊരുക്കണം. ഈ 2024 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ പരിഹാരവുമായി സ്വർഗം ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന സ്വർഗം തലമുറകളെ നൽകി അനുഗ്രഹിക്കുവാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു.
ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാസം തികയോളം കൂടിയായിരുന്നു സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്ഷീണങ്ങളും ഭാരങ്ങളും കുഞ്ഞുങ്ങളേത് മാറ്റിക്കൊള്ളണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം അപ്പാ. ഈ സമയം ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഒന്ന് കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തെ സ്വർഗ്ഗമെന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചു കൊള്ളണമേ. മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ തലകുനിക്കുവാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ ദൈവം മാനിച്ച് ശ്രേഷ്ഠമായി നൽകിത്തരമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട് കർത്താവെ. കഷ്ടനഷ്ടം കൂടാതെ ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിച്ച് തൃപ്തരായി ജീവിപ്പാൻ നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ചോദിച്ച എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമേ, എല്ലാ മക്കളുടെയും പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടിയിരിക്കണം. ആപത്തനത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കുമാറാകണം. എല്ലാ വാഹനങ്ങളെയും കർത്താവ് നിയന്ത്രിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കടഭാരത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ സർവശക്തന ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഭവനമില്ലാത്ത മക്കളെ വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, സ്വന്തമായി തലചായ്പാൻ ഒരിടം കൊടുക്കണമേ, ഒരു ഭവനം നൽകണമേ കർത്താവെ. സ്തോത്രം ദൈവമായ കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിൽ പാർക്കുവാനും ഭാഗ്യം ഒരുക്കിക്കാട്ടെ. ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ എല്ലാ കാര്യങ്ങളും ചെതിർപ്പാൻ തൻ്റെ മക്കളെയൊക്കെ ഒരുക്കിക്കൊള്ളണേന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി. പ്രത്യേകിച്ച് പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളുണ്ട്. അവരെ സമർപ്പിക്കുന്നു. പുതിയ സന്തോഷങ്ങൾ, സമാധാനങ്ങൾ, ദൈവകൃപകൾ, സൗഖ്യങ്ങൾ, സമൃദ്ധികൾ കൊടുത്ത് ഓരോ മക്കളെയും നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമായ കർത്താവെ, ഈ സമയം വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പാ. ഹൃദയവേദനയ്ക്ക് കർത്താവെ ആശ്വാസം നൽകണമേ, പ്രത്യാശയുടെ ജീപ്പാൻ ഇടയാക്കണമേ. എൻ്റെ സ്വർഗത്തിലെ അപ്പാ, നിൻ്റെ ആശ്വാസത്തിൻ്റെ കാര്യം ഓരോ മക്കളെയും ചേർത്ത് പിടിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്നവരെ സമർപ്പിക്കുന്ന കർത്താവെ, മാനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ സമയം ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ കൊണ്ടുതരുന്നപ്പാ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഐസിയുലും സിസിയിലും വെൻറ്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട് കർത്താവെ. മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ. അവസ്ഥകളെ അറിഞ്ഞ് നീ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോരുമില്ലാത്ത സ്ഥാനത്ത് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ച നീ സകലത്തിൻ്റെ സകലതുമായി കൂടെയിരുന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെ, നിൻ്റെ ഇഷ്ടം നിറവേറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. എല്ലാ രോഗികൾക്കും പരിപൂർണമായ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങളുണ്ടപ്പാ. അപ്പാ, ക്രിയാറ്റിനും യൂറിക് ആസിഡും ഉള്ളവരുണ്ടപ്പാ, തൈറോയ്ഡ് ഉള്ളവരുണ്ടപ്പാ, ആസ്മ രോഗികളുണ്ട് കർത്താവെ, അലർജി ഉള്ളവരുണ്ടപ്പാ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവെ. കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവരുണ്ടപ്പാ. പല്ലിൻ്റെ ഇൻഫെക്ഷനാൽ, കണ്ണിൻ്റെ ഇൻഫെക്ഷനാൽ, ചെവിയുടെ ഇൻഫെക്ഷനാലൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. തലയ്ക്കകത്ത് വേദനയാലും മൊഴിയാൽ ഭാരമുള്ളവരുണ്ട്. ശരീരമാസകലം നീർക്കെട്ടും വേദനയുമുള്ളവരുണ്ട്. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട്. ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെട്ടവരുണ്ടപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ടപ്പാ. ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. അടുത്ത ടെസ്റ്റിനായി കടന്നു പോകേണ്ട ജീവിതങ്ങളുണ്ടപ്പാ. ഹല്ലേലൂയ. നോർമലായ ബയോപ്സി റിപ്പോർട്ടൊക്കെ ലഭിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ടെസ്റ്റിന്മേലും കർത്താവിൻ്റെ കരം വയ്ക്കണമേ. ഒടുന്നൊരു തുള്ളിരക്തം കുത്തിവയ്ക്കണമേ. യാതൊരുവിധ ഭാരമോ രോഗമോ പ്രയാസമോ പ്രതികൂലമോ അലട്ടുവാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ അപ്പൻ്റെ മഹത്വപേറെ സാക്ഷ്യത്തിനായി ഓരോ മക്കളെയും നിലനിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രപ്പ സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ സമർപ്പിക്കട്ടെ അപ്പാ. നീ നല്ല ഉറക്കവും ആശ്വാസവും കൊടുത്തുകൊള്ളുമാറാകണമേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യനായ കർത്താവിൻ്റെ പാദപിടുത്തിലോട്ട് ഞങ്ങളെ സമസ്തമായി സമർപ്പിക്കുന്ന കർത്താവേ, സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രപ്പ സ്തോത്രം. ഗിലിയാദിലെ സുഗന്ധ കുഴുമമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തലോടുമാറാകണം. എല്ലാ വിടുതലും സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ്റെ കടം ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപിടുത്തിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ചാട്ട്, ദേശത്തിന്മേൽ സൗഖ്യമയച്ചാട്ട്, ഭരണകൂടങ്ങളെ അനുഗ്രഹിച്ചാട്ട്, സുവിശേഷ വേലകളെ വേലക്കാരെ അനുഗ്രഹിച്ചാട്ട്, കഷ്ടമനുഭവിക്കുന്ന ജീവിതങ്ങളെ വിടുവിച്ചാട്ടപ്പാ. ഹല്ലേലൂയ. പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണമേ അപ്പാ. എല്ലാ വഴികളിലും കൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ പാദപിടുത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.